മേറാജ് നോമ്പ് എന്ന പേരിൽ നോമ്പ് നോൽക്കാൻ എന്താ ആവേശം? തിങ്കളാഴ്ച നോമ്പ് നോൽക്കാത്തവർക്കും വ്യാഴം നോമ്പ് നോൽക്കാത്തവർക്കും മുഹറം 9, 10 നോൽക്കാത്തവർക്കും അറഫ നോമ്പ് നോൽക്കാത്തവർക്കുമൊക്കെ വമ്പിച്ച ആവേശമാണ് മേറാജ് നോമ്പിന്. എന്താ? അത് മറ്റോലെതിർക്കണ നോമ്പാണ്. മറ്റോലെതിർക്കുമ്പോ ഒരാവേശാണ്. ഇതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സാധാരണഗതിയിൽ ഇങ്ങനെ പതുക്കരോ എന്ന ലായിലായില്ലെന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലി പോകുന്ന ആൾക്കാർ ഒരു മുജാഹിദിന്റെ വീടെത്തിയാൽ മുദ്രാവാക്യം വിളിക്കല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ? മറ്റോൻ കേൾക്കാൻ, അവൻ കേൾക്കാൻ വേണ്ടി. ഇഖ്ലാസില്ലാത്ത പണി. അപ്പോ ഈ രൂപത്തിൽ മേറാജ് നോമ്പിന് വലിയ ആവേശമാണ്. കാരണം എന്താ? അതില്ലാന്നാണ് നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തേ? അന്ന് പട്ടിണി കിടക്കാൻ വയ്യാത്തത് കൊണ്ടാണോ? അതിന് മടിയായതുകൊണ്ടാണോ? അല്ല. ഇസ്ലാം ദീനിലൊരു പുണ്യകർമ്മം നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് റസൂലുള്ളയാണ്. ആ റസൂല് പഠിപ്പിക്കാത്ത ഒരു കർമ്മം ചെയ്യാൻ നമുക്ക് അനുവദനീയമല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കർമ്മം, നമ്മുടെ കൽപ്പനയില്ലാത്ത കർമ്മം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ എന്താ അമൽ ചെയ്യുന്നത്? ആളുകളെന്നൊരു 27ന്റെ അന്ന് പകൽ പ്രത്യേകം നോമ്പ്, മേറാജ് നോമ്പ്. എല്ലാവരും എന്താ വീട്ടിൽ? ഇതെന്താ മേറാജ് നോമ്പാ? മേറാജ് നോമ്പാ? തലേ ദിവസം രാത്രി നിസ്കാര. എന്താ? മേറാജ് നിസ്കാര എന്നും പറഞ്ഞുകാണ്ട് ഈ രൂപത്തിൽ റജബിൽ ഒരു പ്രത്യേക നിസ്കാരം, റജബിൽ ഒരു പ്രത്യേകമായ നോമ്പ്, ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ മുമ്പാകെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു കൊച്ചു കിതാബ് തന്നെയുണ്ട്. തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ അധ്യായത്തിൽ ഫസ്ലുൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലം യരിദ് ഫീ ഫദ്ലി ശഹരി റജബ്, റജബ് മാസത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് വന്നിട്ടേയില്ല. വലാ ഫീ സിയാമിഹി, ആ മാസത്തിൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ചും, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, ആ മാസത്തിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ സ്പെഷ്യൽ നിസ്കാരമുണ്ട് എന്നതിനെ സംബന്ധിച്ചോ വന്നിട്ടില്ല. ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജത്തി, തെളിവിന് കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസും ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നാരാ പറയുന്നത്? സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന ശാഫിഈ പണ്ഡിതൻ, ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥമെഴുതിയ പണ്ഡിതൻ, ആ പണ്ഡിതൻ പറയുന്നു. എന്നിട്ടെന്ത്? ഇത് ഞാൻ മാത്രം പറയുന്ന അഭിപ്രായമല്ല, എനിക്ക് മുമ്പും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചുപോയ പണ്ഡിതന്മാർ ഞാനിപ്പറഞ്ഞ കാര്യം അവർ ഖണ്ഡിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മാസത്തിനൊരു പ്രത്യേകമായിട്ടൊരു കർമ്മം നമുക്ക് ചെയ്യാനില്ല. മാത്രല്ല റജബ്